ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കുന്നവരോട് പറയാം, യേശു ആ കർത്താവ്. നമ്മുടെ പല കാര്യങ്ങളിലും ഞാൻ എങ്ങനെ ഇത് ചെയ്യുമെന്ന് പറയുന്നു. വചനം പത്രോസ് പറയാം, നീതിയായി വിധിക്കുന്നവനിലേക്ക് അവനെ ഏൽപ്പിച്ചു. കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 ആകയാൽ കർത്താവ് എനിക്ക് തുണ. ആകയാൽ കരിന്താ, നിങ്ങൾ ആരെയാണോ വിശ്വസിച്ചിറങ്ങിയത് ആരെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആളാണ്. ഈ മൂക്കിലെ ശ്വാസം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക. അന്ന് 2 പേർക്ക് ഉണ്ടാക്കിയ ഓക്സിജനാ ഇന്ന് 800 കോടി വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം ഓർത്ത് നോക്കിക്കേ, ഒരു ഏദൻ തോട്ടം കൊണ്ട് ഒതുങ്ങുന്നതായിരുന്നോ തന്റെ പ്ലാൻ? അയ്യോ, ആദാം തെറ്റിപ്പോയി, മുഴുവൻ തീർന്നു ആണോ? ഇല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാണ്, തന്റെ പുത്രൻ റെഡിയാ. മാസ്റ്റർ പ്ലാനർ, എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്, അതല്ലേ ദൈവത്തിന്റെ പല നാമം. ആ കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നത്, ആ കർത്താവ് ദിനംതോറും കൈക്ക് പിടിച്ച് നടത്തുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, യേശു ആ കർത്താവ് എൻ്റെ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ആകയാൽ യേശു എൻ്റെ കർത്താവ്, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ധൈര്യത്തോടെ പറയാൻ അന്തരീക്ഷം കേൾക്കട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഇത് പ്രഖ്യാപിച്ചേ. അതെങ്ങനെ ചെയ്യും, എങ്ങനെ നടക്കും? നോ, ഇത് പറഞ്ഞ യേശു എൻ്റെ കർത്താവ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ദൂതന്മാർ ഇറങ്ങി പുറപ്പെടാനായിട്ട് നിൽക്കുക.